Hello and welcome to another lecture in influence line diagrams. In this lecture, we will try to solve or clarify all the confusions and complexities regarding the last lecture concerning the absolute maximum bending moment and bending moment at a section for a simply supported beam subjected to a train of concentrated loads. So let's do it, or let's try to understand it by solving a problem. So we have a question that a train of wheel loads as shown crosses a girder of 25 meter span with 120 kilonewton load leading. Determine the value of maximum bending moment at a section 8 meter from the support, absolute maximum bending moment of the girder. So നമുക്ക് ഇങ്ങനെ ഒരു ലോഡ് സിസ്റ്റം തന്നിട്ടുണ്ട് 120 kilonewton, 160, 160 and 80. Okay, at a distance of 3, 2 and 2 meter respectively. And it is moving in a beam of 25 meter span. Okay, ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോവാണ്. And we need to find out two things. ഒന്ന്, ഈ ലെഫ്റ്റിൽ നിന്നും 8 മീറ്റർ അകലെ മാറിയ ഒരു സെക്ഷനിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ്, ആ സെക്ഷനിൽ എവിടെ ലോഡ് വെച്ചാലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം. സെക്കൻഡ് വൺ കണ്ടുപിടിക്കാനുള്ളത് എൻറ്റയർ ബീമിൽ എവിടെ ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്, അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്, അതിന്റെ പൊസിഷൻ എങ്ങനെയാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് എൻറ്റയർ ബീമിന്റെ കേസിൽ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു സോൾവ് ഇറ്റ്. Okay, so ആദ്യമേ ഞാൻ ഈ ഫിഗർ, ഓക്കെ, ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഐ ഡ്രോ ദ ബീം. നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ 7 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. അപ്പം ഇത് വരയ്ക്കുകയാണ്. 75 മീറ്റർ ആണ് ബീമിന്റെ ലെങ്ത്. അപ്പോൾ സി ഈസ് അറ്റ് 8 മീറ്റർ ഫ്രം എ. ഓക്കെ, മറ്റേ ഡിസ്റ്റൻസ് 17 മീറ്റർ. ആൻഡ് ദിസ് ഈസ് അവർ ലോഡ് ട്രെയിൻ 80 kilonewton, 160, 160 and 120. Now, അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ തിയറി, കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ച തിയറിയാണ് ആവറേജ് ലോഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് മൈനസ് ആവറേജ് ലോഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഷുഡ് ചേഞ്ച് സൈൻ വെൻ സം പർട്ടിക്കുലർ ലോഡ് ഈസ് ഓൺ ദ സെക്ഷൻ, ആൻഡ് വെൻ ദാറ്റ് ഹാപ്പൻസ് ദാറ്റ് പർട്ടിക്കുലർ ലോഡ് അറ്റ് ദാറ്റ് സെക്ഷൻ ഗീവ്സ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, സോ അതിന് വേണ്ടി ഈ 120 ആദ്യമേ 120 kilonewton ഈ പോയിന്റിൽ വരുന്ന വന്നിട്ട് ഉണ്ടാകുന്ന ആവറേജ് ലോഡ്സ് രണ്ട് സൈഡിലും കാൽക്കുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് 160 ഇവിടെ വന്നിട്ടുണ്ടാകുന്ന ആവറേജ് ലോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഈ 160 ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ആവറേജ് ലോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അവസാനം 80. അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും സൈൻ ചേഞ്ച് ചെയ്താൽ നമുക്ക് വി ക്യാൻ സ്റ്റോപ്പ് ദ. ഓക്കെ, സോ ഐ ഡ്രോ ദ ടേബിൾ. സോ ലോഡ് ക്രോസിംഗ് സി, ആവറേജ് ലോഡ് ഓൺ AC is the left side, average load on CB is the right side. പിന്നെ അതിന്റെ ഡിഫറൻസ്. ഓക്കെ, സോ ആദ്യത്തെ സിനാരിയോ, അതായത് 120 kilonewton ഈ സെക്ഷൻ ക്രോസ് ചെയ്യുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. 120 kilonewton ആദ്യത്തെ ലോഡ്. അപ്പം 120 kilonewton ഈ സെക്ഷൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സെക്ഷനിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് പോയി തുടങ്ങുന്ന ആ സമയത്ത് CBയിൽ ആകെയുള്ളത് 120. CB എന്നുള്ള ഈ പോർഷനിലാകെ എക്സിസ്റ്റ് ചെയ്യുന്നത് 120 എന്നുള്ള ലോഡാണ്. ഓക്കെ, ബാക്കി 3 എണ്ണം AC എന്നുള്ള റൈറ്റ് സൈഡിലായിരിക്കും, ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ആവറേജ് ലോഡ് ഓൺ AC വിൽ ബി 80 പ്ലസ് 160 പ്ലസ് 160 by 8, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50. ഓക്കെ, while the average load on CB will be only 120 divided by the length 17, that will be equal to 7.06. അപ്പോൾ ഈ രണ്ട് വാല്യൂസിന്റെ ഡിഫറൻസ് എടുത്താൽ we get a value 42.94. ഓക്കെ, നൗ നമ്മൾ അടുത്ത ലോഡ്, അതായത് 120യുടെ പുറകിലുള്ള 160 kilonewton ആ സെക്ഷനിൽ കൊണ്ടുപോയി വെച്ചു. The load 160 kilonewton is at the section. അപ്പം AC-യിൽ ഇപ്പോൾ ഉള്ളത് ഈ 80യും 160യും ആണ്. തുടക്കത്തിലുള്ള 80യും 160യും. whereas on the right side CB there will be 160 and 120. both 160 and 120 will be there. അപ്പോൾ ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ, AC-യിലുള്ള 80യുടെ 160യുടെ ആവറേജ് എടുക്കുമ്പോൾ that gives us a value of 30. 80 plus 160 by 8, 30. Whereas on the right side 160 plus 120 by 17 gives us a value of 16.47. Okay, and ഇതിന്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we get 13.53. Now, അപ്പം ഇവിടെ സൈൻ ചേഞ്ച് വന്നിട്ടില്ല, സോ ഫാർ വന്നിട്ടില്ല. പോസിറ്റീവ് ആയിരുന്ന 42, പിന്നെ പോസിറ്റീവ് 13 മാറി. അപ്പോൾ അടുത്ത സിനാരിയോ എന്ന് പറയുമ്പോൾ ഈ മൂന്നാമത്തെ ഫ്രണ്ടിൽ നിന്ന് മൂന്നാമത്തെ ലോഡ്, അതായത് ഈ കാണുന്ന 160 kilonewton സെക്ഷനിൽ കൊണ്ടുപോയി സിയിൽ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ആവറേജ് ലോഡ്സ് നോക്കുന്നു. അപ്പം സിയിൽ 160 വന്നാൽ AC എന്ന സെക്ഷനിൽ പിന്നെ ആകെ റിമൈനിങ് 80 മാത്രമേ ഉള്ളൂ. അപ്പോൾ 80 by 8 gives you a value of 10. whereas റൈറ്റ് സൈഡിൽ ബാക്കി 3 എണ്ണം ഉണ്ട്, 160 ഉണ്ട്, 160 ഉണ്ട്, 120 ഉണ്ട്. ഈ 3 എണ്ണം കൂടെ വെക്കുമ്പോൾ ഇതിന്റെ ആവറേജ് വാല്യൂ gives a value of 25.88. But 10 minus 25, 8.88 gives
as a negative value, that is minus 15.88. അതായത് 13.5 14.42 നിന്ന് 30 നിന്ന് പെട്ടെന്ന് ഒരു സൈൻ ചേഞ്ച് വന്നു 15.88 എന്നുള്ള ഒരു സൈൻ ചേഞ്ച് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഈ 160 അതായത് മൂന്നാമത്തെ 160 എന്ന ലോഡ് സെക്ഷനിൽ വരുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക എന്നുള്ളത്. അപ്പം അടുത്ത കേസായ 80 കിലോ ന്യൂട്ടന്റെ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം സൈൻ ചേഞ്ച് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഈ സൈൻ ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 160 കിലോ ന്യൂട്ടൺ ലോഡിനെ സെക്ഷനിൽ വെക്കണം. സോ ദാറ്റ് കൺക്ലൂഷൻ ഈസ് ദാറ്റ് നമ്മുടെ പൊസിഷൻ ഓഫ് ദ മൊമെന്റ് ദാറ്റ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഈസ് ഒബ്റ്റൈൻഡ് വെൻ the second 160 kilonewton, അതായത് ഈ കാണുന്ന 160 kilonewton is placed at section C. സിയിൽ ആ ലോഡ് വെക്കുമ്പോഴായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ലോഡിന്റെ പൊസിഷൻ കണ്ടുപിടിച്ചു. ഇനി മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ആക്ച്വലി വി നോ ഇറ്റ്സ് വെരി ഈസി. ബീം വരച്ചു, ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ILD വരച്ചു, ILD ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. അപ്പൊ ILD ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ആണ് ഈ കാണുന്നത്. അപ്പം സിയിലെ ബെൻഡിങ് മൊമെന്റ് അറ്റ് സിയുടെ ILD എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ടോപ്പ് വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരും. ആൻഡ് ദിസ് ഓർഡിനേറ്റ് വിൽ ബി ഈക്വൽ ടു A into L minus A by L. നമുക്ക് ഓൾറെഡി അറിയാം. ദാറ്റ് ഈസ് 8 into 17/25 ഈസ് ഈക്വൽ ടു 5.44. ഓക്കെ, സോ ഈ സെക്കൻഡ് 160 ആണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ബാക്കി എന്ന് പറയുമ്പോൾ 80. ദിസ് ഡിസ്റ്റൻസ് ഈസ് 2 meter. അപ്പൊ 80, there is 160 here, 120 here. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു, കാരണം ഈ ഡിസ്റ്റൻസ് ഒക്കെ നമുക്കറിയാം. അപ്പം ബാക്കി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ടോട്ടൽ 25 ആണ്. ദിസ് ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടം വരെ 8 ആണ്. അപ്പോൾ ഇത് 2 ആണെങ്കിൽ ഇത് പിന്നെ 6 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതും 2 ഇതും 3 എന്ന് നമുക്കറിയാം. അപ്പോൾ ടോട്ടൽ 5, 70 നിന്ന് 5 കുറച്ചാൽ ഇത് 12 വരും. ഇനി സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് വെച്ച് നമുക്ക് ഈ y1ഉം y2 y3 കണ്ടുപിടിച്ചാൽ മതി. So y1 using similarity of triangles gives us a value of 3.84. y2 using similarity of triangles gives us a value of 4.8. and y3 അതായത് ഈ സൈഡിലെ സാധനം using similarity of triangles gives us a value of 4.08. ഇനി മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ സി എന്ന് പറയുമ്പോൾ ഈസിയാണ്. ഈ ലോഡ് കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പൊസിഷൻസിന് കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ മാത്രം മതി. അപ്പം so the value of the load into the ordinates in the ILD corresponding to the load. So maximum bending moment at C എന്ന് പറയുമ്പോൾ this 120 into y1 plus 160 into y2 plus 160 into 5.44 plus 80 into y3. Okay, so that gives us അപ്പോൾ y1 y2 y3 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ചെയ്തു വരുമ്പോൾ we get a value as 2425.6 kilonewton meter, which is the maximum bending moment at a section C, which is 7 meter from the left support. Okay, so this is how you obtain the maximum bending moment of a simply supported beam at any section when the beam is subjected to a train of loads. So അടുത്ത സിനാരിയോ എന്ന് പറയുന്നത് we need to find out the absolute maximum bending moment. Okay, absolute maximum bending moment കണ്ടുപിടിക്കാനായിരിക്കും മോസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. Now again ഇതിന്റെ തിയറി നമുക്കറിയാം. we need to find out the center of gravity of the entire ലോഡ് കേസ്. ലോഡിന്റെ മാത്രം സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലോഡ്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് എടുത്ത് വരച്ച് എഴുതിയെന്നേ ഉള്ളൂ. 120 കിലോ ന്യൂട്ടൺ, 3 മീറ്റർ മാറി 160, അതിന്റെ 2 മീറ്റർ പുറകിൽ 160, വീണ്ടും 2 മീറ്റർ മാറി 80. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും ഈ 80 ആക്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതാണ് നമ്മുടെ ലോഡ് സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അവിടെ നിന്നും ഏതോ ഒരു പോയിന്റിൽ ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട്. ആൻഡ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ലോഡ് സിസ്റ്റം ഈസ് അപ്പം 80 into 0. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് 80 ആക്ട് ചെയ്യുന്ന 0 മീറ്ററിലാണ്. അപ്പൊ 80 into 0 പ്ലസ് 160 into 2, അതായത് ഈ 160 ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ടാണ്. 160 into 2 പ്ലസ് 160 into 4. അപ്പൊ ഈ 160 സെക്കൻഡ് 160 ആക്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് 4 മീറ്റർ മാറിയിട്ട് 160 into 4 പ്ലസ് 120 ലാസ്റ്റ് ലോഡ് 2 plus 4 plus 3 7 മീറ്റർ divided by the sum of the loads, that is 80 plus 160 plus 160 plus 120, that gives us a value of 3.46 meter. അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 3.46 മീറ്റർ മാറി ഇവിടെ എവിടെ ഒരു പോയിന്റിലാണ് ഈ ലോഡ് സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഏകദേശമായിട്ട് വരും. അപ്പൊ അതിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്താൽ ഇങ്ങനെ വരും. സോ ദിസ് ഈസ്
I have represented it using like dimensions. അപ്പം ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 3.46 മാറി ഇവിടെ, അതായത് ദിസ് ഈസ് ദ പോയിന്റ്. അപ്പം അതിന് ഏറ്റവും അടുത്തുള്ള ലോഡ് ഈ 160 കിലോ ന്യൂട്ടണിൽ നിന്നും 0.54 മീറ്ററും ഈ 160യിൽ നിന്ന് 1.46 മീറ്റർ ആയിരിക്കും. അത് നമുക്ക് ജിയോമെട്രി വെച്ച് മനസ്സിലാക്കാം. ഇത് 3.46, അപ്പോൾ ഇത് 2 മൈനസ് ചെയ്താൽ ഇത് 1.46 ആയിരിക്കും. അപ്പം അതിൽ നിന്ന് ഈ 2ൽ നിന്ന് 1.46 കുറച്ച് ഇത് 0.154 ആയിരിക്കും ആ ഡിസ്റ്റൻസ് കിട്ടി. അപ്പോൾ അവർ കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ അവർ തിയറി ഇസ് ദാറ്റ് CGയിൽ നിന്നും ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ലോഡ്, അതായത് ഈ കാണുന്ന 160 കിലോ ന്യൂട്ടന്റെ താഴെയായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ ഓർഡിനേറ്റ് വരിക എന്നുള്ളത്. അതായിരിക്കും നമ്മുടെ അതാണ് നമ്മുടെ സെക്ഷൻ, അല്ലെങ്കിൽ ആ പോയിന്റിന്റെ താഴെയായിരിക്കും നമ്മുടെ സെക്ഷൻ വരിക. ഓക്കെ, ഇനി ഈ സെക്ഷൻ വെക്കുന്ന പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് അവർ സെക്കൻഡ് സിനാരിയോ. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നിന്നുള്ള കൺക്ലൂഷൻ ഇസ് ദാറ്റ് ദ അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കേഴ്സ് അണ്ടർ ദ ഫസ്റ്റ് 160 കിലോ ന്യൂട്ടൺ. അതായത് ഈ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ 160 കിലോ ന്യൂട്ടൺ താഴെയായിരിക്കും അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കെ അറിയണം. ഇനി സെന്റർ ഓഫ് ദ ബീമിൽ നിന്നും ഈ 160 എത്ര ഡിസ്റ്റൻസിലായിരിക്കണം നിൽക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതായത് ഈ രണ്ട് പോയിന്റിന്റെ നടുക്കായിരിക്കണം സെന്റർ ഓഫ് ബീം എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അതാണിത്. പൊസിഷൻ ഓഫ് ദ 160 കിലോ ന്യൂട്ടൺ, അതായത് ഈ കാണുന്ന 160 കിലോ ന്യൂട്ടൺ എവിടെ നിൽക്കണം ഫ്രം സെന്റർ ഓഫ് ദ സ്പാൻ, ബീമിന്റെ സെന്ററിൽ നിന്ന്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു this distance divided by 2, that gives us 0.27 meter. എന്ന് വെച്ചാൽ AB എന്നുള്ള, ഓക്കെ ശ്രദ്ധിച്ച് കണ്ടോളൂ, AB എന്നുള്ള ബീമുണ്ട്. എബിയുടെ സെന്റർ ആണ്, സെന്റർ ഓഫ് ദ ബീമാണ് ഈ കാണുന്ന പോയിന്റ്, അതായത് 25 മീറ്ററിന്റെ നടുക്ക് 12.5ൽ നിന്നും 12.5. ഓക്കെ, അപ്പോൾ ഇത് സെന്റർ ഓഫ് ദ ബീം. അപ്പോൾ നമ്മുടെ സെക്ഷൻ സി എന്ന് പറയുന്നത് ഈ 160 കിലോ ന്യൂട്ടന്റെ അവിടെ ആയിരിക്കണം. ആൻഡ് ഈ സെന്റർ സിയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറി വേണം ഈ സെന്റർ ഓഫ് ദ ബീമിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ സി നിൽക്കേണ്ടതെന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് സെന്റർ ഓഫ് ദ ബീമിൽ നിന്നും സെക്ഷന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.27 മീറ്റർ ആവണം. ഓക്കെ, 0.27 മീറ്റർ ആയിരിക്കണം സെന്റർ ഓഫ് ദ ബീമിൽ നിന്നും സെക്ഷന്റെ ഡിസ്റ്റൻസ്. അപ്പോൾ എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് 12.5 ആണ്, ഇത് 0.27 ആണ്. അപ്പോൾ എയിൽ നിന്നും സെക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസ് 12.77, 12.5 പ്ലസ് 0.27, ദാറ്റ് ഗീവ്സ് us 12.77. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, അതായത് ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള എ, അതായത് സെക്ഷൻ സി വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12.77 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്. അപ്പം ഇത് L മൈനസ് എ വരുമ്പോൾ ദാറ്റ് വിൽ ബി 25 മൈനസ് 12.77, ദാറ്റ് ഈസ് 12.23 മീറ്റർ. ഓക്കെ, അപ്പോൾ പൊസിഷനിങ് എല്ലാം കണ്ടുപിടിച്ചു. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ നേരത്തെ വരച്ച ഫിഗർ ഞാനൊന്നുകൂടെ വരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻ സി വിച്ച് ഈസ് അറ്റ് 12.77. അതാണ് നമ്മുടെ എ. നമ്മൾ സാധാരണ ഓരോ സെക്ഷൻ കണ്ടുപിടിക്കേണ്ട ഈ കേസിലുള്ള എ ആണ് ഈ കാണുന്നത്. എ ഈക്വൽ ടു 12.77 ആണ് ഈ കാണുന്നത്. നൗ അപ്പോൾ ആ എക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ സെക്ഷൻ സിയുടെ ബെൻഡിങ് മൊമെന്റിന്റെ ILD വരച്ചാൽ ഇങ്ങനെ വരും. ഓക്കെ, ഈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആണ് ഈ വരച്ചേക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ഒരേ ലൈനിലാണ് വരുന്നത്. സിക്ക് തൊട്ട് താഴെ ഈ സെക്ഷൻ. അപ്പോൾ ഇവിടെ ഈ ILD നമ്മൾ വരച്ചു. ആദ്യമേ ILD വരയ്ക്കുന്നു. ILDയിലെ ഓർഡിനേറ്റിന്റെ മാക്സിമം ഓർഡിനേറ്റിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ K × L - A / L ആണ്. അതായത് 12.77 × 12.23/25 which is equal to 6.25. ഇനി നമുക്ക് ലോഡ് പ്ലേസ് ചെയ്യാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ലോഡ് പ്ലേസിംഗ് എന്ന് പറയാം, നമ്മുടെ ഓൾറെഡി കണ്ടുപിടിച്ചു ഈ 160 കിലോ ന്യൂട്ടൺ ആയിരിക്കണം സെക്ഷനിൽ വരേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഈ 160 കിലോ ന്യൂട്ടൺ ഈ സെക്ഷനിൽ പ്ലേസ് ചെയ്യുക. ആൻഡ് ബാക്കിയെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വന്നോളും. 120 കിലോ ന്യൂട്ടൺ 3 മീറ്റർ ഇപ്പുറം മാറി. ബാക്കി 160 18 ലെഫ്റ്റ് സൈഡിലോട്ട് 2 മീറ്റർ അപ്പുറം മാറി ഉണ്ടാവും. അപ്പോൾ ഈ ഓർഡിനേറ്റിന്റെ നമുക്ക് വാല്യൂ അറിയാം. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് 3 ആണെന്നറിയാം. അപ്പോൾ ഇത് 9.23, ഇത് ടോട്ടൽ 12.23, ഇത് 3, അപ്പോൾ ഇത് 9.23. സിമിലർലി ഇത് ടോട്ടൽ 12.77, ഇത് 2, ഇത് 2, ഇത് 8.77. y1, y2 and y3 we can find out using similarity of triangles. So similar triangle gives us the value of y1 equal to 4.72, y2 equal to 5.27 and y3 equal to 4.29. Okay, അപ്പോൾ y1, y2, y3 വാല്യൂ കിട്ടി. അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് അഗെയിൻ, അപ്പോൾ നമ്മളിവിടെ പൊസിഷൻ കണ്ടുപിടിച്ചു, സി കണ്ടുപിടിച്ചു, ലോഡ് എങ്ങനെയാണെന്നുള്ള ലോഡിന്റെ പൊസിഷൻ കണ്ടുപിടിച്ചു. ഇനി മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഈ ലോഡിന്റെ വാല്യൂ ഇന്റെ ഓർഡിനേറ്റ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഈ 120 into this y1 plus 160 into 6.25 plus 160 into y2 plus 80 into y3. അപ്പോൾ y1, y2, y3 നമ്മൾ കണ്ടുപിടിച്ചു. അത് ചെയ്യുമ്പോൾ we get the value of
ബെൻഡിങ് മൊമെന്റ് ഓഫ് 2752.8 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് വെച്ചാൽ ഈ ബീമിൽ ഉണ്ടാകാവുന്ന ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 2752.8 കിലോന്യൂട്ടൺ മീറ്റർ ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഇംപ്ലിക്കേഷൻ. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ട്രെയിൻ ഓഫ് ലോഡ്സ്. അപ്പോൾ നമ്മൾ കുറെ കേസ് പഠിച്ചു. മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, മാക്സിമം നെഗറ്റീവ്, അബ്സല്യൂട്ട് മാക്സിമം ഷിയർ ഫോഴ്സ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ്, അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ സാധാരണ ഒരു സിനാരിയോ ILD UDL അല്ലെങ്കിൽ പോയിന്റ് ലോഡിനെ വെച്ച് നോക്കുമ്പോൾ ട്രെയിൻ ഓഫ് ലോഡ്സ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്. എസ്പെഷ്യലി ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്ന കേസ്. ബാക്കിയെല്ലാം പിന്നെ ട്രയൽ ആൻഡ് എറർ ആണെങ്കിലും വെക്കാം. ബെൻഡിങ് മൊമെന്റ് അബ്സല്യൂട്ട് മാക്സിമം കണ്ടുപിടിക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഇറ്റ് നീഡ്സ് പ്രാക്ടീസ് ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഓൾസോ. Okay, so practice more and get familiarized with all this. That's it. That's mostly about ILD. Okay, till next lecture. See you. Thank you so much.